ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സ്കോളർഷിപ്സ് ആൻഡ് ഇന്റേൺഷിപ്സ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യമാണ്. നമുക്ക് പക്ഷെ ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ്. ആരും ഒന്നും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ് സ്കോളർഷിപ്സ് ആൻഡ് ഇന്റേൺഷിപ്സ് രണ്ടും. ഓക്കെ, ആദ്യം സ്കോളർഷിപ്പിൽ തുടങ്ങാം. ഓക്കെ, സ്കോളർഷിപ്സ് നമുക്ക് കുറെ സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. നാട്ടിൽ നിന്നും അവൈലബിൾ ആണ്, കോളേജുകളിൽ നിന്നും അവൈലബിൾ ആണ്. ബേസിക്കലി ഉള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്കോളർഷിപ്പേ കിട്ടുള്ളൂ. അതായത് നമുക്ക് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബേസിക്കലി നമുക്ക് ഒരു സ്കോളർഷിപ്പേ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് മാക്സിമം അപ്ലൈ ചെയ്തിടുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, മലയാളി ഗ്രൂപ്പുകളുണ്ട് സ്കോളർഷിപ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടും നോട്ടിഫിക്കേഷൻ ഇടാനും നമ്മളെ നോട്ടിഫൈ ചെയ്യാനും നമ്മൾ ഡൗട്ട് ചോദിക്കാനൊക്കെ ആയിട്ടുള്ള മലയാളികളുടെ സ്കോളർഷിപ്പിന്റെ ഗ്രൂപ്പുകളുണ്ട്. അതേപോലെ തന്നെ DUന്റെ സൈഡിൽ നിന്നാണെങ്കിലും DU കുറെ സ്കോളർഷിപ്സ്, അതേപോലെ ഫീസ് കട്ട് ചെയ്യാനായിട്ടുള്ള കുറെ പ്രോഗ്രാംസ് DUവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ളത് ഈ ഗ്രാൻസ് സൈറ്റ് ചെയ്താണ് കേരളത്തിൽ നിന്നുള്ള സ്കോളർഷിപ്പ് കിട്ടുക. അപ്പൊ നമ്മള് ഈ ഗ്രാൻസിൽ നമ്മുടെ അക്കൗണ്ട് പുതുക്കിയിടുക ആൻഡ് അപ്ഡേറ്റ് ചെയ്തിടുക ആൻഡ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റീഅപ്ലൈ ചെയ്തിടുക. കാരണം ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ റീഅപ്ലൈ ചെയ്തിടുക. ആൻഡ് ഇതിന്റെ സമയം നമ്മുടെ ഫസ്റ്റ് സെം കഴിയുമ്പോൾ തൊട്ട് തുടങ്ങും. കാരണം നമ്മുടെ സെമ്മിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുക. അപ്പൊ സെമ്മിന്റെ റിസൾട്ട് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെമ്മിന്റെ ഇത് കഴിയുമ്പോഴേക്കും ഫസ്റ്റ് സെം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഏപ്രിൽ മാസം കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റ്സ് എടുത്തു വെക്കുക. നമ്മൾ ഏത് വർഷമാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വർഷത്തെ ഏപ്രിൽ മാസം കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഏപ്രിൽ മാസം കഴിയുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒന്ന് പുതുക്കാൻ ഇട്ട് വെക്കുക. ഓക്കെ, കാരണം നമുക്കത് വേണം സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഗ്രാൻസിന്റെ സൈറ്റിൽ നിന്ന്, പ്രത്യേകിച്ച് DUന്റെ സൈറ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് വേണം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിടാം. ആൻഡ് ഇനി ഇത് കൂടാണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ വില്ലേജുകളിൽ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിന് പോയാൽ തന്നെ നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അത് സ്കോളർഷിപ്പിൽ അത് ഒരു എന്താ പറയുക, സ്കോളർഷിപ്പ് തന്നെ പറയാൻ പറ്റുന്ന അറിയില്ല, ഒരു എമൗണ്ട് ഓഫ് മണി നമുക്ക് കിട്ടും. ആൻഡ് അതെല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആൻഡ് പിന്നെ ഡിഗ്രാൻസിൽ നമുക്ക് വരുന്ന ക്രൈറ്റീരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർസെന്റേജ് നോക്കും. നമുക്ക് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് വേണം. അത് നമ്മുടെ കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്യും. അതിന് നമ്മൾ കുറച്ച് നടക്കേണ്ടി വരും നമ്മുടെ കോളേജിൽ തന്നെ. പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്ക് ഇന്ന സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും എന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ ലൈക്ക് നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ അറിയുമ്പോഴാണ് നമുക്ക് തിക്കും പിടിച്ച് കിട്ടാണ്ട് ആവുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴേ കുറേ സമയമുണ്ട് സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. ഇപ്പോഴേ ഞാൻ പറഞ്ഞു തരാണ്. അപ്പോൾ സ്കോളർഷിപ്പിനൊക്കെ നമുക്ക് അറ്റൻഡൻസ് വേണം. ഈ ഗ്രാൻസ് ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ഒരു ഫോമാറ്റ്, ഈ ഗ്രാൻസ് തന്നെ ഒരു ഫോമാറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ഫോമാറ്റിൽ വേണം നമ്മുടെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആവാനായിട്ട്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തു പോയി പഠിച്ചാൽ കിട്ടുന്ന സ്കോളർഷിപ്പ്. ഓക്കെ, അത് അവൈലബിൾ ആണ്. ആൻഡ് അത് കൂടാണ്ട് DUവിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്, അതേപോലെ പെർസെന്റേജ്, നമ്മുടെ മാർക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് അടിച്ച സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ DUവിൽ ചോദിക്കുന്നുണ്ട്. അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഇപ്പോഴേ ഞാൻ പറഞ്ഞു, ഇപ്പോഴേ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അന്വേഷിക്കാൻ സമയമുണ്ടല്ലോ. അപ്പം ഓക്കെ, DUവിലും സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. ഇനി ഇന്റേൺഷിപ്സിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കയറുമ്പോൾ തൊട്ട് തന്നെ ഇന്റേൺഷിപ്സ് അവൈലബിൾ ആണ്. അത് ചിലപ്പം ഒരു സെമ്മ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാം. നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ ക്ലാസ് കണ്ടുപിടിച്ച് നമ്മൾ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകൾക്ക് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ ഗ്രൂപ്പിലൊക്കെ കയറാൻ നോക്കാം. ഓക്കെ, ഗ്രൂപ്പിലായിരിക്കും ഓരോ അപ്ഡേറ്റുകളൊക്കെ വരാം. ആൻഡ് കോളേജിന് മെയിൻ ആയിട്ട് കുറെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ആ ഗ്രൂപ്പുകളിലൊക്കെ കയറി വരാം. അപ്പോൾ അതിലിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും എന്തുണ്ടെങ്കിലും. ഓക്കെ, നല്ലതാണ്. നമ്മുടെ ആരും പേഴ്സണലി വന്നൊന്നും പറയില്ല. ഈ ഗ്രൂപ്പുകളിൽ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ കോളേജ് ഫെസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഈ ഗ്രൂപ്പിലാണ് വരാം. ഓക്കെ, അപ്പം ഈ ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഒക്കെ അതിൽ വരും, ഈ ഗ്രൂപ്പുകളിൽ വരും. അപ്പം അല്ലെങ്കിൽ പിന്നെ നമുക്ക് അഡ്മിൻ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുകയും ചെയ്യാം ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ ഇന്റേൺഷിപ്പിനാണെങ്കിലും നമ്മൾ അപ്ലിക്കേഷൻ വെക്കണം, സ്കോളർഷിപ്പിനാണെങ്കിലും നമ്മൾ അപ്ലിക്കേഷൻ വെക്കണം. ഓക്കെ, സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും. നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് സ്കോളർഷിപ്സ് ഉണ്ട് എന്നുള്ളത്. ഇന്റേൺഷിപ്പും അതേപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്റേൺഷിപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് പുറത്തുനിന്നും, അതായത് ആപ്പുകൾ ഞാൻ പറയാം, ലിങ്ക്ഡിൻ, നോക്കറിവാല, ഇതേപോലത്തെ ആപ്പുകളിൽ നമുക്ക് കുറെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ പഠിച്ച ഡിഗ്രിയുടെ കൂടെ ഇവർ നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് നോക്കുക. അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന ഇന്റേൺഷിപ്സ് ഒക്കെ കവർ ചെയ്യാം. തേർഡ് ഇയർ ഇപ്പോൾ ഫോർത്ത് ഇയർ ആയില്ലേ, ഫോർത്ത് ഇയറിനുള്ളിൽ മാക്സിമം ഇന്റേൺഷിപ്സ് ഒക്കെ കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ആപ്പുകളിലും നമുക്ക് ഇപ്പോൾ പാർട്ട് ടൈം ജോബിനാണെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടാണെങ്കിലും ഒക്കെ ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സെർച്ച് ചെയ്യാം. ഇതിനെക്കുറിച്ച് പാർട്ട് ടൈം ജോബിനെ കുറിച്ച് ഞാനൊരു
സ്പെസിഫൈഡ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നടക്കട്ടെ. അപ്പം അതിൽ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ നോക്കാം. ഓക്കെ.